കൂടെ വേറെ ആൾക്കാരുണ്ടായിരുന്നു അല്ലേ? താര ആ സമയത്ത് എങ്ങനെ വന്നു എന്ന് എനിക്കറിയില്ല. ഓ, അവളോ? ചിലപ്പോ ഞാൻ അവിടെ ഉണ്ടാവുന്ന നമ്മളെ രണ്ടുപേരും അറിയാവുന്ന താരയ്ക്ക് ഊഹിക്കാവുന്നല്ലേ ഉള്ളൂ. താര അങ്ങനെ നോക്കി വന്നതാവും. ആ സമയത്ത് തന്നെ നീയും അവിടെ വന്നു. ഓ, അപ്പോ ഞാൻ അവിടെ വന്നതും കണ്ടതുമാണ് പ്രശ്നം. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. നിന്റെ ഉള്ളിൽ എന്തൊക്കെയോ തെറ്റിദ്ധാരണകളുണ്ട്. അതിലൊന്നും ഒരു സത്യമില്ല എന്ന് പറയാനാ ഞാൻ ശ്രമിച്ചത്. മതി. എന്റെ ഉള്ളിൽ എന്തൊക്കെ ധാരണയുള്ളെന്ന് ആർക്കും അറിയില്ല. അതാരെങ്കിലും അറിയണമെന്ന് എനിക്ക് ഒരു നിർബന്ധവും. കേട്ടോ, ഈ ബർത്ത്ഡേ ആഘോഷങ്ങളൊന്നും എന്റെ ഇഷ്ടത്തിന് ചെയ്തതല്ല. കിരണും ദുർഗയും അവരുടെ ആഗ്രഹത്തിന് ചെയ്തതാ. ഞാനതിന് നിന്നു കൊടുത്തേ ഉള്ളൂ. സഞ്ജയ് വീട്ടിലേക്ക് വരുന്ന ഇവിടെ ആർക്കും താല്പര്യമില്ലാത്ത കാര്യമാ. അതുകൊണ്ട് വെറുതെ ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് ഈ വീട്ടിലുള്ളവരുടെ സന്തോഷം നശിപ്പിക്കാൻ ശ്രമിക്കരുത്. ചെറിയച്ഛൻ പറയുന്നത് സഞ്ജയ് അനുസരിക്കണം. കേട്ടോ, കേട്ടല്ലോ? പൂർണിമ പറഞ്ഞ കേട്ടോടാ. എടാ, പിന്നെ നീ ഇവിടെ താളം ചവിട്ടാ ഇറങ്ങി പോ നോക്കണം. ദുർഗ, ടൈമായി. മോളോട് പോകാൻ പറ. നീ കേക്കുന്നില്ലേ? ഇറങ്ങി പോടാ. പോ. നീ പറഞ്ഞ ഇറങ്ങിപ്പോ. ഇറങ്ങാം. മോളെ, ധ്വനിമോളെ വിട്. ധ്വനി, വിട് മോളെ. ധ്വനിമോളെ നീ വിടാൻ എന്തുവാ? ധ്വനിമോളെ, ധ്വനിമോളെ ഇവിടെ ഇങ്ങോട്ട് പോ. നീ പോ, വാ ഇങ്ങോട്ട്. ഇങ്ങോട്ട് വാ. ധ്വനിമോളെ, നിന്റെ തല്ലി പറഞ്ഞേ ഇങ്ങോട്ട് വന്നേ. വാ ധ്വനിമോളെ. ധ്വനിമോളെ, ഇങ്ങോട്ട് മാറാൻ. ചേച്ചി, ധ്വനിമോളെ വിളിച്ചിട്ടാ ഇപ്പൊ സഞ്ജയ് ചേട്ടൻ വന്നത്. ധ്വനിമോളുടെ കൂട്ടുകാരുടെ പേരൻസിന്റെ ബർത്ത്ഡേക്കെല്ലാം അച്ഛനും അമ്മയും ഒരുമിച്ച് കുട്ടികളുടെ ഒപ്പം സന്തോഷത്തോടെ നിൽക്കുന്നതും കേക്ക് മുറിക്കുന്നതും അത് പങ്കുവെക്കുന്നതും ഒക്കെ ധ്വനിമോള് കാണുമ്പോ വിഷമിക്കാറുണ്ട്. അത് അവളുടെ ടീച്ചേഴ്സായ ഞങ്ങൾക്കറിയാം. ആ കുഞ്ഞിന്റെ മനസ്സ് ഇന്ന് ഒരു ദിവസം സന്തോഷിച്ചോട്ടെ ചേച്ചി. എന്തിനാ നമ്മുടെയൊക്കെ വാശിക്കും ഈഗോയ്ക്കും വേണ്ടി ഒന്നും അറിയാത്ത കുഞ്ഞുങ്ങളെ വേദനിപ്പിക്കുന്നേ?